Hey, hello friends, welcome back. Finally, Marvel is back, baby. ഈ സിനിമ കണ്ടിട്ട് ഇറങ്ങുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റൂല. ഞാൻ ഏത് സിനിമയെ പറ്റിയാണ് പറയുന്നുള്ളത് നിങ്ങൾ ടൈറ്റിലും തമ്മിലൊക്കെ കണ്ടു കാണും. എന്റെ ഗെയിം ഇറങ്ങി അവസാനിച്ച സമയത്ത് മാർവൽ ഈ ഒരു ലെവലിലായിരുന്നു. അതിനുശേഷം ഒന്ന് രണ്ട് ക്രിഞ്ച് പടങ്ങൾ സീരീസൊക്കെ ഇറങ്ങി. അപ്പോൾ കുറച്ചൊന്ന് താഴെയും കുറെ ട്രോൾസും ഹേറ്റേഴ്സിന്റെ കുറെ സംഭവങ്ങളൊക്കെ കിട്ടിയതാണ്. ഷാൻജി എനിക്കോടെ ഇന്ത്യയെ ശേഷം ഇറങ്ങിയ ഷാൻജി കൊള്ളായിരുന്നു. പിന്നീട് മറ്റേ ആന്റിമാൻ ക്വാണ്ടമാനി ഉണ്ടല്ലോ, അത് നല്ല പടമാണ്. ബട്ട് ആ ഒരു പഴയ ലെവൽ ഓഫ് മേക്കിംഗ് ഒന്നും തോന്നിയില്ല. പിന്നെ സീരീസിലാണെങ്കിൽ മൂൺ നൈറ്റും പിന്നെ ലോക്കിയും അടിപൊളിയാണ്. അപ്പൊ ഈ ലെവലിലിരുന്ന മാർവൽ ഇങ്ങനെ വന്നിട്ട് വീണ്ടും മുകളിലോട്ട് കയറിയിരിക്കുകയാണ്. ഈ സിനിമ കണ്ട് കഴിയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ഞാൻ 100% പറയാണ്, മാർവൽ വീണ്ടും പഴയ ആ ഒരു ഫോമിൽ തിരിച്ചെത്തി. എന്റെ മോനെ, ആദ്യം തന്നെ പറയുന്നത് 20th സെഞ്ചുറിയുടെ എക്സ്മാൻ സീരീസ് ഒന്നും കാണാത്തവർക്ക് ഈ സിനിമ ഒന്നും മനസ്സിലാവത്തില്ല, ഉള്ളത് പറയല്ല. പിന്നീട് മാർവലിന്റെ അവഞ്ചേഴ്സിന്റെ റിലേറ്റഡ് മൂവീസും സീരീസും ഒന്നും കണ്ടില്ലെങ്കിൽ നിങ്ങൾക്കത് സിനിമ ഒന്നും മനസ്സിലാവില്ല. ചുമ്മാ കാണാന്നുള്ളതല്ലാതെ ഒരു കുന്തം മനസ്സിലാവാൻ പോകുന്നില്ല. നിങ്ങൾ ഇതെല്ലാം കണ്ടിട്ടുള്ളൊരു ആളാണെങ്കിൽ ഈ സിനിമ നിങ്ങളെ എന്തോന്ന് പറയാൻ വേറൊരു ലെവൽ എനർജറ്റിക് ഫീലാണ്. അതായത് എക്സ്മാൻ സീരീസസും പിന്നെ അവഞ്ചേഴ്സിന്റെ മാർവലിന്റെ എല്ലാം കണ്ടിട്ടുള്ളവർക്ക് ഈ സിനിമ കാണുമ്പം എന്റെ അമ്മോ ഈ ഒരു ഫീലായിരിക്കും. മൈൻഡ് ബ്ലോയിങ് മൂവി. ഇഫ് യു ആർ എ ട്രൂ മാർവൽ ഫാൻ, ദിസ് മൂവി ഗോണ മേക്ക് യു സ്ക്രീം ലൈക്ക് ഹെൽ. ഐ എം ഡാം ഷുവർ. ഇത് ഉറപ്പായിട്ട് ഞാൻ 100% പറയാണ്. ഒരു ട്രൂ മാർവൽ ഫാൻ ആണെങ്കിൽ നിങ്ങൾ കിടന്ന് അവിടെ ആലറി വിളിച്ച് പൊടിക്കും. ഞാൻ ഈ കഴിഞ്ഞ മൂവീസിന്റെ റിവ്യൂ പറയണ കണക്കല്ല, ഞാൻ ഈ സിനിമ കണ്ട് കിടന്ന് കീറി വിളിച്ച് ഞാൻ തലയിലൊക്കെ കൈവച്ചാണ് കിടന്ന് കീറി വിളിച്ചത്. അങ്ങനെയായിരുന്നു. അപ്പം ആ ലെവൽ ഓഫ് എനർജി ആണ് ഈ സിനിമ കാണുമ്പോൾ നമുക്ക് കിട്ടുന്നത്. അത് ഈ എല്ലാ മാർവലിന്റെ സംഭവങ്ങൾ കണ്ടിട്ടുള്ളവർക്ക് മാത്രമേ ഈ സിനിമ മനസ്സിലാവുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്റെ അമ്മോ എന്തോന്ന് പറയാ, ഫൺ ആൻഡ് ആക്ഷൻ പാക്ഡ് മൂവിയാണ്. ഡെഡ് പൂൾസിന്റെ ഒക്കെ മൂവീസ് കണ്ടിട്ടുള്ളവർക്ക് നിങ്ങൾക്ക് അറിയാല്ല, ഈ കഴിഞ്ഞ 2 ഡെഡ് പൂൾ പോലെയൊന്നുമല്ല ഇത്, അതിന്റെ വേറെ ലെവലാണ്. പിന്നെ വോൾവറിന്റെ കാര്യം പറയേണ്ട ആവശ്യമില്ല. നമ്മൾ മാർവൽ ഫാൻസ് കുറെ നാളുകളോട് കാത്തിരുന്ന ഒരു കോമ്പിനേഷനാണ് ഈ ഡെഡ് പൂളും വോൾവറിനും ഉള്ള ഒരു കോമ്പിനേഷൻ. അപ്പൊ അങ്ങനെ ഇന്നത് ഇറങ്ങി വേറെ ലെവല് പടം. അയ്യോ, എനിക്ക് ആ സിനിമ കണ്ടപ്പോൾ ഉള്ള ഒരു രോമാഞ്ചം ഉണ്ടല്ലോ, തുടക്കം തൊട്ട് അവസാനം വരെ ആ ഒരു ലെവലായിരുന്നു. ഇതിൻ്റെ അകത്ത് വരുന്ന ക്യാമിയോസ്, എന്റെ അമ്മോ, ഇതിലെ കുറെ ക്യാമിയോസ് ഉണ്ട്. ഈ ട്രെയിലറിൽ ഒന്നും ശരിക്കും പറഞ്ഞാൽ കുറെ സംഭവങ്ങൾ ഹൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ട്രെയിലറിൽ കണ്ടതൊന്നും അല്ല ഈ മൂവിയിലുള്ളത്. കുറെ സംഭവങ്ങൾ നമ്മൾ വിചാരിക്കാത്ത കുറെ കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. അതായത് മാർവലിന്റെ യൂണിവേഴ്സ് കണക്ട് ആയിട്ടുള്ള ഇഷ്ടം പോലെ സംഭവങ്ങൾ ഈ മൂവിയിൽ വരുന്നുണ്ട്. നിങ്ങൾ കാണുമ്പോൾ വിചാരിക്കും ഞാൻ പതിവില്ലാതെ കുറച്ച് ഇംഗ്ലീഷൊക്കെ യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ ആ സിനിമന്റെ എൻ്റെ ഒരു എഫക്റ്റ് ആണ് കേട്ടോ. ഈ മൂവി ട്രൂലി മാർവൽ ഫാൻസിന് വേണ്ടിയിട്ടുള്ള ഒരു ട്രിബ്യൂട്ട് തന്നെയാണ്, ഒന്നും പറയാനില്ല. പിന്നെ റയർ റെനോൾഡ്സിന്റെയും ഹഗ് ജാക്സ്മാന്റെ കാര്യം പറയില്ലല്ലോ. സ്ക്രീൻ പ്ലേ എന്റെ അളിയ, രണ്ടുപേരുടെ ആ ഒരു കോമ്പിനേഷൻ ഒരു രക്ഷയില്ലാത്ത കോമ്പിനേഷനാണ്. ഈ സിനിമ കണ്ട് കിടന്ന് പൊട്ടിച്ചിരിക്കാനും ഉണ്ട്. പിന്നെ കൊഞ്ചമായിട്ട് കുറച്ച് ഇമോഷണൽ സംഭവങ്ങളൊക്കെ അവിടെ ഇവിടെ ആയിട്ട് കാണിക്കുന്നുണ്ട്. പിന്നീട് വേറെ എന്തുവാ ആക്ഷൻ എന്ന് വെച്ചാൽ വയലൻസ്. ഡെഡ് പൂൾസ് കണ്ടിട്ടുള്ളവർക്ക്, ഡെഡ് പൂളിന്റെ മൂവീസ് കണ്ടിട്ടുള്ളവർക്ക് അറിയാമല്ലോ അതിലെ വയലൻസസ് ഒക്കെ. പിന്നീട് ഈ മൂവി കാണുമ്പം നിങ്ങൾ എസ്പെഷ്യലി ലോക്കി സീരീസ് കണ്ടാലേ മനസ്സിലാവുള്ളൂ. അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് അറിയായിരിക്കില്ല എന്തൊക്കെയായിരിക്കും വരാൻ സാധ്യത ഉള്ളതെന്ന്. അപ്പം ലോക്കി സീരീസ് നിങ്ങൾ മസ്റ്റ് ആയിട്ട് കാണണം. പിന്നെ എക്സ്മാൻ സീരീസസ്. പിന്നീട് ഞാൻ ഇവിടെ ഈ സൈഡിൽ ഇത് ലിസ്റ്റ് കൊടുക്കാൻ കേട്ടോ, ഏതൊക്കെയാണ് നിങ്ങൾ ഈ സിനിമ കാണുന്നതിന് മുമ്പ് കാണാനുള്ളതെന്ന്. പിന്നീട് ഇതിൽ ആ ഡെഡ്പൂളിന്റെയും വോൾവറിന്റെയും ഫൈറ്റുകൾ എന്റെ അമ്പോ, ഇതിൽ പറയാൻ നിന്ന നിരത്തിപ്പിടിച്ച് സ്പോയിലേഴ്സ് ആയിരിക്കും. അതിനനുസരിച്ചുള്ള കാര്യങ്ങളാണ് ഇതിലുള്ളത്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ക്യാമിയോസ്, അതൊക്കെ പറയാനാണെങ്കിൽ ഭയങ്കര സ്പോയിലർ ആയിപ്പോകും, നിരത്തിപ്പിടിച്ച് സ്പോയിലർ ആയിപ്പോകും. അതുകൊണ്ട് ഞാൻ ക്യാമിയോസിന്റെ കാര്യങ്ങളൊന്നും പറയുന്നില്ല, ട്വിസ്റ്റുകളുടെ കാര്യങ്ങളൊന്നും പറയുന്നില്ല. എല്ലാവരും നിങ്ങൾ കണ്ടു നോക്കാം. പിന്നെ ഞാൻ ഇവിടെ 3D ആണ് കേട്ടോ കണ്ടത്. 3D കൊള്ളാം, 2D ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇവിടെ പിറകിലുള്ള ക്രൂ ആൻഡ് ടീംസിനെ പറ്റി പറയാനാണെങ്കിൽ വലിയൊരു വീഡിയോ തന്നെ ചെയ്യേണ്ടി വരും. അതുകൊണ്ട് എല്ലാവരും എടുത്തെടുത്ത് പറയുന്നൊന്നുമില്ല. ഈ മൂവിയിൽ എന്തൊക്കെ ക്യാരക്ടേഴ്സ് ഉണ്ടോ, ഏതൊക്കെ ആൾക്കാർ അഭിനയിച്ചിട്ടുണ്ടോ, എല്ലാവരും അടിച്ച് പൊളിച്ചിട്ടുണ്ട്. പിന്നെ 100% ഷുവറായിട്ട് ഞാൻ പറയുന്നു, ഈ സിനിമ കണ്ടിറങ്ങുമ്പോൾ നിങ്ങൾക്ക് വേറെ ലെവലായിട്ടുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും നിങ്ങൾക്ക് ഈ സിനിമയിൽ നിന്ന് കിട്ടാൻ പോകുന്നത്.
പിന്നീട് കൂടുതലൊന്നും പറയുന്നില്ല. ഞാൻ ആ സമയത്ത് എക്സൈറ്റ്മെന്റ്. സോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്നുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക. TK സൈനിങ് ഔട്ട്. മറ്റൊരു പുതിയ കാണാം. ബൈ.